അപ്പോൾ പിന്നെ ഒരു കാര്യം കണ്ടോ നിങ്ങൾ, ഇപ്പോൾ ഈ എഡിറ്റ് ചെയ്ത വീഡിയോയിൽ ഈ ഒരു ഇത് വന്നത് കണ്ടോ, കോഡ് കോഡേഴ്സ്. ഇതെങ്ങനെ ചെയ്തെന്ന് നോക്കിയാലോ. അതായത് എന്താ ഇതെങ്ങനെ വന്ന് നോക്കിയാൽ ഇതൊരു ടെക്സ്റ്റാണ്, കോഡ് കോഡേഴ്സ് എന്ന് പറയുന്ന. ഒന്നാമതായിട്ട് ഒരു ക്യാമറ ബ്ലറാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് കണ്ടോ, അതായത് രണ്ട് എഫക്റ്റുകൾ ഒരേ സമയം ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമതായി ഈ ക്യാമറ ബ്ലറും രണ്ടാമതായി ഈ സ്ലൈഡ് ഡൗൺ എഫക്റ്റും. അപ്പോൾ ഒന്നാമതായി ക്യാമറ ബ്ലർ എങ്ങനെ ആഡ് ചെയ്തതെന്ന് വെച്ചാൽ, ഒന്നും കൂടി സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെ ആഡ് ചെയ്തതെന്ന് വെച്ചാൽ. ഈ എഫക്റ്റിൽ പോവാം. അതായത് എഫക്റ്റിൽ പോയിട്ട് ഞാൻ ക്യാമറ ബ്ലർ എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ കണ്ടു നിങ്ങൾ, ഈ വീഡിയോ എഫക്റ്റിൽ പോയിട്ട് ബ്ലർ ആൻഡ് ഷാർപ്പനിലെ ബോക്സിൽ ക്യാമറ ബ്ലർ എന്നുള്ള അത് ഞാൻ നേരെ ഇതിലേക്ക് വലിച്ചിട്ട്, ഇപ്പോൾ ആൾറെഡി ഉണ്ടോണ്ട് ഞാൻ വലിച്ചിടുന്നില്ല. അതിന് ശേഷം എന്ത് ചെയ്തു, ഫസ്റ്റത്തെ കീ ഫ്രെയിമായിട്ട് ഞാൻ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഉള്ളിലേക്ക് പോകട്ടോ. ഫസ്റ്റത്തെ കീ ഫ്രെയിമായിട്ട് 21% കൊടുത്തു. അതാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. അതായത് ഇതിൻ്റെ സ്ഥാനം കണ്ടോ നിങ്ങൾ. അത് ഞാൻ കുറഞ്ഞ സെക്കൻഡ് മുന്നോട്ട് വെച്ചിട്ട് ഇവിടെ നിൽക്കിയാൽ മതി കേട്ടോ, അടുത്ത കീ ഫ്രെയിമിലേക്ക് പോകാൻ. അപ്പം നിൽക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, പെർസെൻറ്റേജ് ഓഫ് ബ്ലർ 0 കൊടുത്തു. അത് 42% കൂടുതൽ കൊടുക്കാൻ എങ്ങനെ ആവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ നമുക്ക് തെളിഞ്ഞ് കാണാനാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പെർസെൻറ്റേജ് ഓഫ് ബ്ലർ എന്ത് ചെയ്തു, 0 കൊടുത്തു. ഇപ്പോൾ കണ്ടോ നിങ്ങൾ, ഇപ്പോൾ കണ്ടോ നിങ്ങൾ. അതായത് അതാണ് കഴിഞ്ഞപ്പോൾ വന്ന ഒരു ക്ലാരിനെസ് കണ്ടോ നിങ്ങൾ. അപ്പം ഇപ്പോൾ നമ്മൾ ഓരോ ഫ്രെയിം നീക്കണം എന്നുണ്ടെങ്കിലും ഈ ഐക്കൺ കണ്ടോ നിങ്ങൾ, ഈ ഐക്കൺ ഇത് നോക്കിയാലും മതി കേട്ടോ. ഇത് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഇവിടെ പോകുന്നത് കണ്ടോ. അപ്പം ഇതാണ് ഫ്രെയിം ബൈ നീക്കാനുള്ള ഐക്കൺ കേട്ടോ. അപ്പോൾ ഇത് സ്റ്റെപ്പ് ബാക്ക് കണ്ടോ, ഇവിടെ എഴുതിയത് കണ്ടോ, ശ്രദ്ധിച്ചു നിങ്ങൾ, സ്റ്റെപ്പ് ഫോർവേഡ് 1 ഫ്രെയിം. അപ്പോൾ ഈ ഐക്കൺ ഇതിനുള്ളതാണ് കേട്ടോ. അപ്പം ഇനി അതിൻ്റെ കൂടെ പറയുകയാണ്, ഈ ഐക്കൺ കണ്ടോ, ഗോ ടു ഷിഫ്റ്റ്, ഗോ ടു ഇൻ. ഈ ഐക്കൺ എന്തിനാന്നുള്ളത് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ഇതാണ് മാർക്ക് കണ്ടോ നിങ്ങൾ, ഇത് തലക്കൽ, ഇത് സ്റ്റാർട്ടിങ്ങിൽ എത്താനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇതാ അവിടെ എത്തി. ഇനി ഈ വീഡിയോൻ്റെ ഈ ടൈമിൽ എൻ്റെ ലാസ്റ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രോൾ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. മറിച്ച് ഈ ഗോ ടു ഔട്ട് എന്നുള്ള ഐക്കൺ കണ്ടോ, ഫ്രെയിം ഫോർവേഡ് നിൽക്കുന്ന ഇതിന് നേരെ തൊട്ടപ്പുറത്ത് കാണുന്ന ഈ ഗോ ടു ഔട്ട് നിൽക്കിയാൽ മതി, ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ ടെക്സ്റ്റ് എഫക്റ്റ് എങ്ങനെ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ഈ ക്യാമറ ബ്ലർ നമ്മൾ ആഡ് ചെയ്തു, 2 കീ ഫ്രെയിം സെറ്റ് ചെയ്തിട്ട്. ഫസ്റ്റത്തെ കീ ഫ്രെയിമിൽ എന്തുണ്ടായിരുന്നു, 21% ആയിരുന്നു. രണ്ടാമത്തെ കീ ഫ്രെയിമിൽ എന്തായി, 0% കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ക്ലിയർ ആയിരുന്നു. രണ്ടാമതായിട്ട് എന്ത് ചെയ്തു, നമ്മൾ ട്രാൻസ്ഫോം എഫക്റ്റ് പോയിട്ട് ഒരു പൊസിഷൻ സെറ്റ് ചെയ്തു. ആ പൊസിഷനാണ് ഇത്. അതായത് അടിയിൽ നിന്ന് മുകളിലേക്ക് വരുന്ന ഒരു ടൈപ്പ് ഓഫ് എഫക്റ്റാണ്. അതും ഇതുപോലെ ഞാൻ കീ ഫ്രെയിം ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ കണ്ടോ, ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതും താഴ്ന്നതും കണ്ടോ. അപ്പം അതാണ് ഇവിടെ സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, താങ്ക് യു.